തൈറോയ്ഡ് മുഴകൾ ക്യാൻസർ ആകുമെന്ന പേടിയിൽ നിങ്ങളുടെ ഉറക്കം കെടുത്തുന്നുണ്ടോ? സ്ത്രീകൾക്കാണോ തൈറോയ്ഡ് മുഴകൾ കൂടുതലായി കാണപ്പെടുന്നത്? രക്തത്തിലെ തൈറോയ്ഡിന്റെ പ്രശ്നങ്ങൾ ഉള്ളവർക്ക് മാത്രമാണോ തൈറോയ്ഡ് മുഴകൾ ഉണ്ടാവുക? തൈറോയ്ഡ് മുഴകൾ എല്ലാം തന്നെ സർജറി ചെയ്യേണ്ട ആവശ്യമുണ്ടോ? അൾട്രാസൗണ്ടിന്റെ നൂതന സാങ്കേതിക വിദ്യകൾ വന്നതിന് ശേഷം ഏകദേശം 100 പേരിൽ 30 പേർക്കോളം തൈറോയ്ഡ് നൊഡ്യൂൾസ് ഡയഗ്നോസ് ചെയ്യപ്പെടുന്നുണ്ട്. എന്താണ് ഇതിന് കാരണം? മുൻകാലങ്ങളിൽ അയഡിൻ ഡെഫിഷ്യൻസി മൂലമാണ് ഇത് ഉണ്ടായിരുന്നതെങ്കിൽ ഈ കാലത്ത് അത് തൈറോയിഡൈറ്റിസ് അഥവാ ഓട്ടോഇമ്യൂൺ തൈറോയ്ഡ് ഡിസീസ് മൂലമാണ് മുഴകൾ ഉണ്ടാവുന്നത്. ഇതിന്റെ ലക്ഷണങ്ങൾ നമുക്കറിയാവുന്നത് പോലെ തന്നെ കഴുത്തിന് മുൻഭാഗത്തായിട്ടുള്ള വീക്കം, തുടർന്ന് ഭക്ഷണം ഇറക്കാനുള്ള ബുദ്ധിമുട്ട്, ശ്വാസതടസ്സം എന്നിങ്ങനെ ശബ്ദത്തിലുള്ള വ്യതിയാനം വരെ കാരണമാകാം. സ്ത്രീകൾക്കാണോ പുരുഷന്മാർക്കാണോ മുഴകൾ കൂടുതലായിട്ടുണ്ടാവുന്നത്? സ്ത്രീകൾക്കാണ് കൂടുതലായിട്ട് മുഴകൾ. എന്നാൽ പോലും പുരുഷന്മാരിലെ മുഴകളാണ് ക്യാൻസർ ആവാൻ കൂടുതൽ സാധ്യത. രക്തത്തിൽ തൈറോയിഡിന്റെ പ്രശ്നമുള്ളവർക്ക്, അതായത് ഹോർമോണിന്റെ അളവ് കൂടുന്ന ഹൈപ്പർ തൈറോയിഡിസം അഥവാ ഹോർമോണിന്റെ അളവ് കുറയുന്ന ഹൈപ്പോ തൈറോയിഡിസം എന്നിവർക്ക് മാത്രമല്ല, രക്തത്തിൽ ഹോർമോണിന്റെ അളവ് നോർമൽ ആയിട്ടുള്ള ആൾക്കാർക്ക് പോലും തൈറോയ്ഡ് മുഴകൾ സ്വാഭാവികമായി ഉണ്ടാവുന്നതാണ്. എല്ലാ മുഴകളും പ്രശ്നക്കാരാണോ? അല്ല. അൾട്രാസൗണ്ടിലെ ഫീച്ചേഴ്സ് വെച്ച് തന്നെ നമുക്ക് സംശയമുള്ള മുഴകളെ കണ്ടെത്താൻ പറ്റും. അത്തരം മുഴകൾ FNAC അഥവാ കുത്തിപരിശോധന വഴി നമുക്ക് നിർണ്ണയിക്കാവുന്നതാണ്. എല്ലാ മുഴകളും സർജറി ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. സംശയമുള്ള മുഴകൾ മാത്രമേ നമ്മൾ സർജറിക്ക് വിധേയമാക്കേണ്ടതുള്ളൂ. മറ്റു മുഴകളുള്ളവർ ഡോക്ടർ നിർദ്ദേശിക്കുന്ന സമയത്ത് കൃത്യമായ ഫോളോ അപ്പിൽ അൾട്രാസൗണ്ട് എടുത്താൽ മതിയാകും. മുഴ എന്ന് കേൾക്കുമ്പോൾ തന്നെ ക്യാൻസറുമായി ഇക്വേറ്റ് ചെയ്യേണ്ട ആവശ്യം ഒന്നും തന്നെയില്ല. 5% മുഴകൾ മാത്രമേ ക്യാൻസർ ആയി വരാനുള്ള സാധ്യതയുള്ളൂ. ബാക്കി 95% മുഴകളും പ്രശ്നമില്ലാത്തവയാണ്. ഈ വിഷയത്തെക്കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം.